പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്രധാനമായ റോമൻ റീൻസിൻ്റെ ഭാവി എന്ത്, റോമൻ റീൻസ് WWE വിട്ട് നിൽക്കാൻ പോകുകയാണോ എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. റസൽമേനിയ 40 രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻ്റ് മത്സരത്തിൽ റോമൻ റീൻസ് അദ്ദേഹത്തിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ കോഡി റോഡ്സിനെതിരെയാണ് ഡിഫെൻഡ് ചെയ്തത്. അതൊരു ബ്ലഡ് ലൈൻ റൂൾസ് മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് സംഭവ ബഹുലമായിരുന്നു. ദി റോക്ക്, ജോൺ സിന, അണ്ടർടേക്കർ, ജെ ഊസോ, ജിമ്മി യൂസോ, സെത്ത് റോളിൻസ്, സോളോ സിക്കോവ, അങ്ങനെ കുറേയധികം ടോപ്പ് സ്റ്റാർസ് വന്ന് അവരുടേതായ ഒരു ഇടപെടലൊക്കെ നടത്തിയിട്ടാണ് അവസാനം കോഡി റോഡ്സിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചത്. കോഡി റോഡ്സ് വിജയിച്ചതിന് ശേഷമാണെങ്കിൽ ഒരു കാലഘട്ട മാറ്റം എന്നുള്ള പോലെ WWE നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന റാൻഡി കെവിൻ ഓവൻസ്, സാമി സെയിൻ പോലെയുള്ള താരങ്ങളൊക്കെ വന്ന് കോഡിയെക്കൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നു. കോഡിയെ അവർ എടുത്തു പൊന്തിക്കുന്നു. അപ്പോൾ വലിയൊരു തലമുറ കൈമാറ്റം, പുതിയൊരു എറയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് അവർക്ക് റസൽമേനിയ 40 അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ട്രിപ്പിൾ എച്ച്, ബ്രൂസ് പ്രിച്ചർ തുടങ്ങിയ താരങ്ങളൊക്കെ ഇങ്ങനെ റിങ്ങിലേക്ക് വരുമ്പോൾ എന്തോ വലിയൊരു മാറ്റം WWE വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി പറയാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഭാവി എന്ത് എന്നുള്ളതാണ് പിന്നീട് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ റസൽമേനിയ 40 രണ്ടാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് റോമൻ റീൻസ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറാണ്. അദ്ദേഹം മികച്ച ചാമ്പ്യൻഷിപ്പ് റണ്ണ് WWE വേണ്ടി സമ്മാനിച്ചു. കൂടാതെ റോമൻ റീൻസിൻ്റെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ട്രിപ്പിൾ എച്ച് പറയുന്നത് ഇങ്ങനെയാണ്: റോമൻ റീൻസിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുമെന്നുള്ളതാണ്. അതായത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കില്ല റോമൻ റീൻസ് അടുത്തത് ചെയ്യുക. അത് കണ്ടാൽ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും എന്നുള്ളതാണ് പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് തന്നെ പറയുന്നത്. അപ്പോൾ ട്രിപ്പിൾ എച്ച് ഇത്രയും ഉറപ്പോടുകൂടി ഭാവിയിലെ ഒരു സ്റ്റോറി ലൈനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും കിടിലനായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം. റോമൻ റീൻസിൻ്റെ അടുത്ത അപ്പിയറൻസ് WWE ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ കൊടുത്തിട്ടുള്ളത് സമ്മർ സ്ലാമിലാണ്. എന്നാൽ മെയ് മാസത്തിൽ സൗദി അറേബ്യയിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. റോമൻ റീൻസ് അപ്പിയർ ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു സൂചന ലഭിച്ചിട്ടില്ല. പക്ഷേ സമ്മർ സ്ലാമിൽ റോമൻ റീൻസിന് എന്തായാലും മത്സരമുണ്ടായിരിക്കും. സമ്മർ സ്ലാം ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിലെ വീക്ക്ലി എപ്പിസോഡിലൊക്കെ റോമൻ റീൻസ് വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണുന്നതാണ്. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ നിലവിൽ എന്തായാലും റസൽമേനിയയിൽ തകർന്നടിഞ്ഞ പോലെയാണ് നിലവിലുള്ളത്. അപ്പോൾ ബ്ലഡ് ലൈൻ്റെ ഒരു ഭാവി എന്ത് എന്നുള്ളതൊക്കെ ഇനി വരുന്ന സ്മാക്ഡൗണിലൂടെയും നമുക്ക് കണ്ടറിയാം. ദി റോക്കും ഇനി അപ്പിയർ ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതും വലിയൊരു ചോദ്യം പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു റൂമർ പുറത്തേക്ക് വരുന്നത് റോക്ക് ഇനി വരാൻ പോകുന്ന റോയിലും സ്മാക്ഡൗണിലൊന്നും അപ്പിയർ ചെയ്യാൻ സാധ്യത ഇല്ലെന്നാണ്. റോമൻ റീൻസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.